മുത്തുനബി പഠിപ്പിക്കുകയാ ഉമറേ, അസ്റാഹീൽ കടന്നു വരുന്ന സമയമല്ലേ അറിയേണ്ടത് ഉമറേ. വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂൻ, ഏത് ഭൂമിയിൽ വെച്ചാ മരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അത് ചോദിക്കല്ല ഉമറേ, അത് ചോദിക്കല്ല ഉമറേ. മുത്തായ നബിതങ്ങൾ പറയുകയാണ് ഉമറേ, സഹാബ, ഈ നബിതങ്ങൾ എപ്പോഴാ മരിക്കുക എന്ന് പറയാൻ പറ്റില്ല. ചോദിക്കല്ല സഹാബ, ചോദിക്കല്ലേ. കാരണം അസ്റാഹീൽ അദൃശ്യനാണ് സഹാബ, എപ്പോഴും കടന്നു വരാ, ഏത് നിമിഷവും കടന്നു വരാ. ആ അസ്റാഹീൽ വരുന്നതെന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഉമറേ, അസ്റാഹീൽ വരുന്നതിന്റെ മുമ്പേ രക്ഷപ്പെട്ടോ സഹാബ. അസ്റാഹീൽ വരുന്നതിന്റെ മുമ്പ് രക്ഷപ്പെടാനുള്ള പടവുകൾ നോക്കണേ സഹാബ. അല്ലാഹുവിന്റെ റസൂലിനോട് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, നബിയേ, തങ്ങളതിനുള്ള മാർഗം പറഞ്ഞുതാ നബിയേ, തങ്ങളതിനുള്ള മാർഗം പറഞ്ഞുതാ നബിയേ. അസ്റായീൽ കടന്നു വരുമ്പോ, റൂഹ് കൊണ്ടുപോവാ മലക്ക് കടന്നു വരുമ്പോ അതിന്റെ മുമ്പേ രക്ഷപ്പെടാ തങ്ങളൊരു മാർഗം പറഞ്ഞുതാ നബിയേ. എന്റെ CM നഗറിൽ വന്ന പ്രിയപ്പെട്ടവരെ, പഠിച്ചു വെച്ചോ, പ്രിയമുള്ളവരെ, പഠിച്ചു വെച്ചോ ഉമ്മമാരെ. അസ്റായീൽ കടന്നു വന്നുകൊണ്ട് റൂഹിനെ കൊണ്ടുപോകുമ്പോ അതിന്റെ മുന്നേ യജമാനനായ റബ്ബിലേക്ക് മടങ്ങാ മുത്തായ നബിതങ്ങളൊരു മാർഗം പറഞ്ഞു തരികയാണ്. ജീവിതത്തിൽ അത് പതിവാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അദൃശ്യനായ അസ്റാഹീൽ വരുന്നതിന്റെ മുമ്പ് സഹാബ, നിങ്ങൾക്ക് അസ്റായീൽ അലൈഹിസ്സലാം വരുന്നതിന്റെ മുമ്പ് രക്ഷപ്പെടാനുള്ള വഴികൾ ഞാൻ പറഞ്ഞു തരാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നതിന്റെ മുമ്പേ നിനക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ സഹാബ, നിങ്ങൾക്ക് ഞാൻ ചില വഴികൾ പറഞ്ഞു തരാം. അസ്റാഹീലിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനല്ല. മലക്ക് വരുമ്പോ മലക്ക് വരുമ്പോ നല്ല രൂപത്തിൽ കടന്നു വരണ്ടേ. എന്റെ പ്രിയമുള്ളവരെ, അസ്റാഹീൽ വരുന്ന രംഗമെങ്ങനെയാണെന്നറിയോ? ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ വിശദീകരിക്കാം. മനുഷ്യനെ കൊണ്ട് കാണാൻ കഴിയില്ല, മനുഷ്യനെ കൊണ്ട് കാണാൻ കഴിയില്ല. പടച്ചു തമ്പുരാൻ മരണത്തെ പടച്ചപ്പോ 2000 മറകൾ അല്ലാഹു തആല പടച്ചു. മരണത്തെ പടച്ച സമയത്ത് 2000 മറകളെ മലക്കുകളുടെ ഇടയിൽ വെച്ചതിന് ശേഷമാണ് അല്ലാഹു തആല മരണത്തെ പടച്ചത്. 2000 മറകൾ. അതിനുശേഷം ആ മറയങ്ങ് നീക്കി. 2000 മറകളൊന്നും നീക്കിയപ്പോ മലക്കുകളോട് പറഞ്ഞു, ഉൻദുറൂലി ഹാദാ, ഇതിലേക്കൊന്ന് നോക്ക് മലക്കുകളെ. മലക്കുകൾ നോക്കി. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന മലക്കുകൾ ആ മരണത്തിലേക്ക് അങ്ങ് നോക്കിയപ്പോ ഫഖറു മഗ്ശിയൻ അലൈഹിം അൽഫാൻ. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കിക്കോ, 1000 കൊല്ലം മലക്കുകൾ ബോധം നഷ്ടപ്പെട്ടു വീണുപോയി എന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. എന്ത് കണ്ടിട്ട്? മരണത്തെ കണ്ടപ്പോ അസ്റായീലും ജിബ്രീലും അടക്കമുള്ള മലക്കുകൾ ആ മരണത്തിന്റെ കടയിലുള്ള മറയങ്ങ് നീക്കിയപ്പോ ആ മരണത്തെ കണ്ട ഭയാനകത അവർക്ക് താങ്ങാൻ കഴിയാതെ, ആ ശരീരത്തിന് താങ്ങാൻ കഴിയാതെ അവർ 1000 വർഷം അവർ ബോധം നഷ്ടപ്പെട്ടു വീണു. 1000 വർഷം കഴിഞ്ഞതിന് ശേഷം പടച്ച തമ്പുരാൻ വീണ്ടും ഒരു മറയെ വെക്കുകയാ. മലക്കുകൾക്ക് ബോധം വന്നപ്പോ മലക്കുകൾ സഫായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ കൂട്ടത്തിൽ നിന്ന് അസ്റാഹീൽ എന്ന മലക്കിനെ വിളിക്കുകയാ. അസ്റാഹീലേ, നീയും നീ മരണത്തിലേക്ക് നോക്ക്. അസ്റായീൽ അലൈഹിസ്സലാം ഉടനെ ആ മരണത്തിലേക്ക് നോക്കി. അസ്റായീൽ അലൈഹിസ്സലാം നോക്കിയപ്പോ വീണ്ടും 700 വർഷം അസ്റായീൽ അലൈഹിസ്സലാം ബോധം നഷ്ടപ്പെട്ടുപോയി. 700 വർഷം അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബോധം നഷ്ടപ്പെട്ടു വീണു പോവുകയാ. 700 വർഷം കഴിഞ്ഞതിന് ശേഷം അസ്റാഹീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനക്ക് ബോധം നഷ്ടപ്പെട്ട ബോധം തിരിച്ചു ലഭിച്ചപ്പോ അല്ലാഹു തആല അസ്റാഹീലിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, മലക്കേ, ഈ കാണുന്ന മരണമുണ്ടല്ലോ, അതിനക്കുള്ളതാ മലക്ക്. ഈ കാണുന്ന മരണത്തിന്റെ ഡ്യൂട്ടി ചെയ്യേണ്ടത് നീയാ മലക്ക്. ഇത് പറഞ്ഞപ്പോ അസ്റാഹീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അല്ലാഹുവേ, താങ്ങാൻ കഴിയൂല അല്ലാ, എന്നെക്കൊണ്ട് താങ്ങാൻ കഴിയൂല അല്ലാ, എന്നെക്കൊണ്ട് മരണമെന്ന പ്രതിഭാസത്തെ താങ്ങാൻ കഴിയൂല. എന്റെ പ്രിയമുള്ളവരെ, അസ്റാഹീൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചു തമ്പുരാനോട് പറയുമ്പോ അല്ലാഹു തആല പ്രത്യേകമായൊരു കഴിവ് കൊടുക്കുകയാ. പ്രത്യേകമായൊരു കഴിവ് അസ്റായീൽ എന്ന മലക്കിന് ഫിറ്റ് ചെയ്യുകയാ.
അലൈഹിസ്സലാത്തു വസ്സലാം ആ കഴിവ് ലഭിച്ചതിന് ശേഷമാ മരണത്തെ ഏറ്റെടുത്തത്. എന്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കണോ, അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനൊക്കെ മരണത്തെ കൊടുത്തപ്പോ പടച്ച തമ്പുരാനോട് ചോദിക്കുന്നു, അല്ലാഹ് എങ്ങനെയാ ഞാൻ റൂഹ് പിടിക്കേണ്ടത്? അല്ലാഹ് എങ്ങനെയാ മനുഷ്യന്റെ റൂഹിനെ പിടിക്കേണ്ടത്? അല്ലാഹ് ഈ മരണത്തെ വഹിച്ചുകൊണ്ട് എങ്ങനെയാ റബ്ബേ ഞാൻ മനുഷ്യന്റെ റൂഹിനെ പിടിക്കേണ്ടത്? എനിക്ക് താങ്ങാൻ കഴിയില്ലല്ല അല്ലാഹ്, എനിക്ക് താങ്ങാൻ കഴിയൂലല്ല അല്ലാഹ്. ആ സമയത്താ പടച്ച തമ്പുരാൻ ചെയ്തതെന്താണെന്നറിയോ? അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പേടിയെന്ന കാരണമൊന്ന് നീക്കിക്കൊടുക്കുകയാ. സന്തോഷം കൊടുക്കാത്ത മാലിക് അലൈഹിസ്സലാമിനെ പോലെ നരകത്തെ കാക്കുന്ന മലക്കല്ലേ മാലിക് അലൈഹിസ്സലാം. ആ മാലിക് എന്ന മലക്കിലേക്ക് പടച്ച തമ്പുരാൻ ദയ കൊടുത്തിട്ടില്ല, പടച്ച തമ്പുരാൻ സന്തോഷം എന്താണെന്ന് കൊടുത്തിട്ടില്ല. അതേ പ്രകാരം അസ്റായീൽ എന്ന മലക്കിനൊക്കെ പടച്ച തമ്പുരാൻ പേടി ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുകയാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, പേടിയില്ലാതെ അസ്റായീല് കടന്നു വരുമ്പോ ആര് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ വഴിതെറ്റിയാല്, എന്റെ പ്രിയപ്പെട്ടവരെ അസ്റായീല് കടന്നു വരുമ്പോ വഴിതെറ്റൂല, വഴിതെറ്റൂല. എപ്പോഴാ എവിടെ വെച്ചിട്ടാ എങ്ങനെയാ വിട പറയുക എന്ന് പറയാൻ പറ്റൂല. ഇന്ന് കുവൈത്തിൽ വാഹനാപകടം നടന്നപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പള്ളിയിൽ നിന്ന് വലഞ്ഞു പോരുമ്പോ വാട്സപ്പിലൂടെ കണ്ടതാ ലേറ്റസ്റ്റ് ന്യൂസാ. കുവൈത്തിൽ വാഹനാപകടത്തിൽ 4 മലയാളികൾ മരണപ്പെട്ടുവോ. ഒന്ന് നമ്മുടെ ജില്ലക്കാരനാ. ആ സഹോദരൻ ചിന്തിച്ചോ, വിദേശത്ത് ജോലി ചെയ്യുന്ന ആ സഹോദരൻ ചിന്തിച്ചോ, ഇന്നിന്റെ ദിവസം എന്റെ അവസാനത്തെ ദിവസമാണ്. അല്ലാഹ് ഒരാളെ കൊണ്ടും പറയാൻ പറ്റില്ലല്ലോ. വിദേശത്ത് പോയി മരണപ്പെടുന്നവർ അവർക്കറിയുമോ എന്റെ മരണം വിദേശത്താണ് റബ്ബേ, എന്റെ മരണം എന്റെ നാട്ടിലല്ലല്ലോ, എന്റെ മരണം കുവൈത്തിലാണെന്ന സഹോദരൻ അറിയുമോ? ഇല്ല ഇല്ല. ഇന്നല്ലാഹ ഇൻദഹു വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. ഏത് ഭൂമിയിലാ പെണ്ണുമോനെ നീ മരിക്കുക, ഏത് ഭൂമിയിലാ പെങ്ങളെ നിന്റെ മരണമെന്ന് മനുഷ്യനെ കൊണ്ട് പറയാൻ പറ്റില്ല. എപ്പോഴും നമ്മുടെ രോഗനാശനാജിനെ കൊണ്ടുപോകാം, അതിന് തയ്യാറാ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അസ്റായീൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഒരുങ്ങണം സഹാബ. മുത്തുനബി രംഗമിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴാ മഹാന്മാരായ സ്വഹാബത്ത് കരഞ്ഞുകൊണ്ടിങ്ങനെ കേൾക്കുകയാണ്. ആ സമയത്താണ് ഒരാളെ സദസ്സിലേക്ക് കടന്നു വരുന്നത്. അതാരാണെന്നറിയോ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവേ, സിദ്ദീഖ് തങ്ങളെ ബറക്കത്ത് കൊണ്ട് മരിക്കുന്ന സമയത്ത് ഹീമാ നൽകണേ അല്ലാഹ്, മരിക്കുന്ന സമയത്ത് ഹീമാ നൽകറബ്ബേ. ജീവിതത്തിൽ ധാരാളം പാപങ്ങൾ ചെയ്തവരാ, ഇന്ന് ധിക്കരിച്ച് നടന്നവരാ. അല്ലാഹുവേ, ഈ സ്വർഗത്തിന്റെ പൂന്തോപ്പിലേക്ക് വന്ന ബറക്കത്ത് കൊണ്ടുവന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഉള്ള സർവമാന പാപങ്ങൾ നീ പുറത്തു തരണമല്ല. ഒന്നും ഖബറിലേക്ക് ബാക്കി വെക്കല്ല റബ്ബേ. ജീവിതത്തിൽ നല്ലവനായി ജീവിക്കാം ഈ സദസ്സിൽ വന്ന് ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സദസ്സിലേക്ക് ഇങ്ങനെ കയറി വരികയാ. കയറി വന്ന സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞിട്ടാ കയറി വരുന്നത്. നമ്മൾ സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറഞ്ഞിട്ട് കയറി ചെല്ലണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം അടക്കി, എല്ലാ സ്വഹാബത്തും സലാം അടക്കി. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു സലാം അടക്കിയില്ല. കാരണം ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ തരിച്ചു നിൽക്കാണ്. അസ്റായീലിന്റെ രംഗം മുത്തുനബി ഇങ്ങനെ പറയുമ്പോ മഹാനായ സയ്യിദ്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, എന്റെ പ്രിയപ്പെട്ടവരെ, ആരാണ് ഉമർ തങ്ങൾ? നിങ്ങളൊന്ന് ചിന്തിക്കണം. മദീനയിൽ നിന്ന് മക്കയിൽ നിന്ന് ശത്രുക്കളെ മുത്ത് റസൂലുള്ളാഹിനെ ഒരുപാട് ആക്രമിച്ചപ്പോ സ്വഹാബത്ത് മുഴുവനും രാത്രി സമയത്താണ് ഹിജറ പോയത്, ശത്രുക്കളെ പേടിച്ചിട്ട്. പക്ഷേ പകല് ഹിജറ പോയ ഒരേ ഒരു സ്വഹാബി, അത് സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. സ്വഹാബാക്കളെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും വലിയ ധൈര്യശാലിയാണ് ഉമർ റളിയല്ലാഹു അൻഹു. ആ ഉമർ തങ്ങൾ ആ പൊട്ടിക്കരയുന്നത് എപ്പോ? അസ്റായീലിന്റെ രംഗം പറയുമ്പോ. അപ്പൊ സിദ്ദീഖ് തങ്ങൾ കയറി വന്ന് സലാം പറഞ്ഞ് കയറി വന്നപ്പോ ഉമർ തങ്ങൾ സലാം അടക്കിയില്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ചോദിക്കുകയാണ്, അല്ലയോ ഉമറേ,
തങ്ങളെന്താ സലാം അടക്കാത്തത്? സിദ്ദീഖ് തങ്ങളെ സലാം പറഞ്ഞിട്ടെന്താ തങ്ങളെ സലാം അടക്കാത്തത്? സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ പറയുന്ന നബിയേ, മരണത്തിന്റെ ഭയാനകത കേട്ടപ്പോ, ഹസ്റായിലിന്റെ രംഗമോർത്തപ്പോ, നബിയേ ഞാൻ സലാം അടക്കാൻ മറന്നുപോയി നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഉമറേ, ആര് സലാം പറഞ്ഞാലും ഉടനെ മടക്കണം. ആര് സലാം പറഞ്ഞാലും ഉടനെ മടക്കണം ഉമറേ. കാരണം എന്താണെന്നറിയോ? സലാം പറയുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ ബോക്സ് പോയോ? സിദ്ദീഖ് റളിയല്ലാഹു ആണ് സലാം പറയുന്നത്. നല്ലവര് സലാം പറയുമ്പോ അത് നമ്മൾ മടക്കണം. കാരണം ആലിമീങ്ങൾ സലാം പറയുമ്പോ പ്രത്യേകിച്ച് നമ്മൾ മടക്കണം. അതിന്റെ കാരണം കൊണ്ട് നമ്മുടെ പാപങ്ങൾ പൊറുക്കുമെന്നാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഉമറേ, ആര് സലാം പറഞ്ഞാലും നിങ്ങളെ മടക്കണം. കാരണം എന്താണെന്നറിയോ? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പടച്ചതമ്പുരാന്റെ രക്ഷയുണ്ടാവട്ടെ എന്നാണ് അർത്ഥം. ആ ഒരു സലാമല്ല സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കണേ, ജീവിതത്തിൽ വന്ന പാപങ്ങളല്ല പുറത്തേറുകയാ. നമ്മുടെ ആലിമീങ്ങൾ സലാം പറയുമ്പോ, ഉസ്താദുമാരെ സലാം പറയുമ്പോ, മാതാപിതാക്കളെ സലാം പറയുമ്പോ ആവേശത്തോടെ മടക്കാനുള്ള മനസ്സ് നമുക്ക് വേണം. കാരണം എന്താണെന്നറിയോ? സലാം പറയുന്നവരെ സാലിഹീങ്ങളാണെങ്കിൽ ആ പ്രാർത്ഥന നമുക്ക് ലഭിക്കും. മറന്നു പോകല്ലേ. സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാ, ഉമറേ, അതുകൊണ്ട് ആര് പറഞ്ഞാല് അല്ല മുഅ്മിനീങ്ങളെ സലാം പറയുമ്പോ നീ സലാം അടക്കിക്കോ ഉമറേ. അത് കാരണം അസ്റായിലിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാം ഉമറേ. അസ്റായിൽ നിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാ? നല്ല മനുഷ്യനാണെങ്കിൽ നല്ല രൂപത്തിലാ കടന്നു വരുന്നത്. ഇൻഷാ അല്ലാഹ് കടന്നു വരുന്നതിന്റെ രൂപം പറയാ. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചീത്ത മനുഷ്യനാണോ? ഭീകരമായ രൂപത്തിലാ കടന്നു വരുന്നത്. ഭീകരമായ രൂപത്തിലാ കടന്നു വരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അതിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? അതിൽ നിന്ന് സലാമത്ത് വേണ്ടേ? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാ, ആര് സലാം പറഞ്ഞാലും റബ്ബ് സലാം മറന്നു പോകല്ലേ, സലാമടക്കാൻ മറന്നു പോകല്ലേ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ ഉടനടി മറ്റൊരു സ്വഹാബി വരെ കയറി വന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയറി വന്നപ്പോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പോയിന്റ് അതിൽ നിന്ന് പഠിപ്പിച്ചു. ഉടനെ തന്നെ മറ്റൊരു സ്വഹാബി കയറി വരികയാണ്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കയറി വരികയാ.